വേതന കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്ന സമരം ഇപ്പോഴും തുടരുകയാണ്. രാപ്പകൽ സമരം അവസാനിപ്പിക്കാൻ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്നലെ വിളിച്ച ചർച്ചയിലും തീരുമാനമൊന്നും ഉണ്ടായില്ല. ഷെവീദ് റാവുത്തർ തിരുവനന്തപുരം നിന്ന് ചേരുന്നു. ഷെവീദ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 6 ദിവസമായി, ഇത് 7ാം ദിവസമാണ്, 6 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഒരു സമരം നടക്കുകയാണ്. സംസ്ഥാനത്തെ ആശാ വർക്കർമാരാണ് ആ സമരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറുമായിട്ടും അതിനുശേഷം ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ടൊക്കെ ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിരുന്നു. അതിലവർ കൃത്യമായ ചില ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളൊരു വിഭാഗമാണ് ഈ ആശാ വർക്കർമാർ. ഈ അവരുടെ ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക, അത് വെട്ടിക്കുറയ്ക്കൽ അവസാനിപ്പിക്കുക അടക്കമുള്ള ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. അതിനുശേഷം ഈ വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചിരുന്നു. എന്നാൽ ആരോഗ്യമന്ത്രി ഇത് ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് പറഞ്ഞതല്ലാതെ ഒരു സമയപരിധി അടക്കമുള്ള കാര്യങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞിരുന്നില്ല. അതോടുകൂടി ഈ സമരം പിന്നീട് തുടരുന്നൊരു കാഴ്ച നമ്മൾ ഇന്നലെ തൊട്ട് കണ്ടു. 20-ാം തീയതി ഒരു മഹാസംഗമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്, ഇവർ നടത്തുമെന്നാണ് പറയുന്നത്. ഏതായാലും ആ വിഷയത്തിൽ അവരുടെ സമരം ഈ രീതിയിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ അവരുടെ സമരം ചെയ്യുന്ന ആളുകൾ ചിലർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇന്നലെ ഈ ആരോഗ്യമന്ത്രിയുമായി സമരം നടത്തി, വീണ്ടും സമരം തുടങ്ങുകയാണ്. ഈ സമയപരിധി പറയാത്തതാണോ നമ്മുടെ പ്രശ്നം? അല്ല, ഇന്നലത്തെ ചർച്ചയിൽ ഒരു കാര്യവും തീരുമാനമായില്ല. കഴിഞ്ഞ എത്രയോ നാളുകളായി ഞങ്ങൾ ആരോഗ്യമന്ത്രിയെ കാണുമ്പോൾ അന്ന് പറയുന്ന അതേ കാര്യം തന്നെയാണ് ഇന്നലെ ആവർത്തിച്ചത്. ധനകാര്യ വകുപ്പായിട്ട് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ആലോചിച്ചിട്ട് വരണ്ടേ? എന്താണെന്ന് വകുപ്പ് മന്ത്രിമാരുമായി ആലോചിച്ചൊരു തീരുമാനമെടുത്ത് വേണ്ടേ സമരക്കാരുമായിട്ട് ചർച്ച നടത്താൻ? വളരെ പ്രഹസനമായിരുന്നു, വെറുതെ ആയിരുന്നു. ഞങ്ങളുടെ ഇവിടെ നടക്കുന്ന ഇന്നലത്തെ പരിപാടിയെ തടസ്സപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ആ ചർച്ചയ്ക്കുണ്ടായിരുന്നുള്ളൂ. അതിന് വഞ്ചിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ അതുകൊണ്ട് എന്ത് സംഭവിച്ചാൽ കേരളത്തിലെ മുഴുവൻ ആശാ വർക്കർമാർക്കും ഈ ഗവൺമെൻറ്റിനെ മനസ്സിലായി. ഇത്രയും അധികം ആളുകൾ വന്നിട്ട് ഇത് ആവശ്യപ്പെട്ടിട്ടും അത് പ്രഹസനമാക്കിയ ഗവൺമെൻറ്റിനോട്, മന്ത്രിയോട് വളരെ വലിയ അമർഷമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ അതത് ജില്ലകളിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. 20-ാം തീയതി നിങ്ങളുടെ ഒരു മഹാസംഗമമൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും മഹാസംഗമമാണ്. എന്തിനാണ് പണിയെടുക്കുന്നത്? കൂലിയില്ലെങ്കിൽ പിന്നെ എന്തിനു പണിയെടുക്കണം? വേതനമില്ല, 3 മാസമായിട്ട് വേതനമില്ല. അപ്പോൾ വേതനമില്ലാത്ത ജോലി എന്തിനാണ് ചെയ്യുന്നത്? അതുകൊണ്ട് ഇവിടെ സെക്രട്ടേറിയറ്റിന് നടയിലേക്ക് വന്നാൽ ഈ സമൂഹത്തിലെ ഈ പ്രദേശത്തെ ആളുകൾ ഭക്ഷണം തരും, എല്ലാ സംരക്ഷണവും തരും. ഈ തെരുവിൽ കിടന്നുറങ്ങുകയാണ് ഞങ്ങൾ. ഇവിടെ ആളുകൾ ഞങ്ങൾക്ക് സംരക്ഷണം തന്നുകൊണ്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുന്നതാണ് കൂടുതൽ സൗകര്യം. ഏതായാലും ഇത് തന്നെയാണ് പറഞ്ഞത്, കൂലിയില്ലെങ്കിൽ പിന്നെ എന്തൊരു ജോലി എന്നുള്ളതാണ് ഇവരിപ്പോൾ ഉന്നയിക്കുന്ന ഇപ്പോഴത്തെ ആവശ്യം. ഇന്നലെ ഒരു കുടുംബസംഗമമാണ് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ ആ സമയത്തായിരുന്നു ആരോഗ്യമന്ത്രി സർക്കാർ വരെ ചർച്ചയ്ക്ക് വിളിച്ചത്. ചർച്ച പ്രഹസനമായിരുന്നു. 20-ാം തീയതി ഒരു മഹാസംഗമം ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ മുഴുവൻ ആശാ വർക്കർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമരം അത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ വീണ്ടും നടത്തും. അതേസമയം അവരുടെ രാപ്പകൽ സമരം തുടരുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഈ ആശാ വർക്കർമാരുടെ അവരുടെ അസോസിയേഷൻ്റെ ഭാരവാഹി വ്യക്തമാക്കിയ കാര്യം. സർക്കാർ ഈ വിഷയത്തിൽ ധനവകുപ്പുമായി കൂടിയാലോചിച്ച് ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള വിവരമുണ്ട്. പക്ഷേ അത് പൂർണ്ണ അർത്ഥത്തിൽ എപ്പോൾ നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിലടക്കം ഇപ്പോഴും സംശയം, അനിശ്ചിതത്വം അത് തുടരുകയാണ്. ഓക്കെ, താങ്ക് യു ഷെവീദ് റാവുത്തർ.